1998-ലായിരുന്നു നടൻ ദിലീപും മഞ്ജു വാര്യറും വിവാഹിതരാകുന്നത്. മഞ്ജു വാര്യർ സിനിമയിൽ കത്തിനിൽക്കുന്ന സമയത്തായിരുന്നു വിവാഹം. ആരാധകരെ സംബന്ധിച്ച് തീർത്തും അപ്രതീക്ഷിതം കൂടിയായിരുന്നു ഇവരുടെ ഒന്നിക്കൽ. മഞ്ജുവും ദിലീപും തമ്മിൽ പ്രണയമാണെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ ഒരു സുപ്രഭാതത്തിലാണ് വിവാഹ വാർത്ത പുറത്തുവരുന്നത്. വിവാഹത്തോടെ മലയാള സിനിമയിൽ നിന്ന് മഞ്ജു പൂർണ്ണമായി മാറി നിന്നു. പിന്നീട് മഞ്ജുവിന്റെ വിശേഷങ്ങൾ ആരാധകർ ദിലീപിലൂടെ മാത്രമാണ് അറിഞ്ഞത്. പൊതു ഇടങ്ങളിൽ നിന്നെല്ലാം മഞ്ജു അകന്നു കഴിഞ്ഞു. മഞ്ജുവിന്റെ തിരിച്ചുവരവിനെക്കുറിച്ച് അഭിമുഖങ്ങളിൽ ആവർത്തിച്ച് ദിലീപിനോട് ചോദ്യമുയർന്നുവെങ്കിലും കുടുംബത്തിലാണ് മഞ്ജുവിന്റെ സന്തോഷമെന്നായിരുന്നു ദിലീപ് നൽകിയ മറുപടി. ഇതിനിടയിലാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് 2012 ഗുരുവായൂരിൽ മഞ്ജു വാര്യർ നൃത്തം അവതരിപ്പിക്കുന്നത്. വിദ്യാരംഭ ദിനത്തിലായിരുന്നു അത്. അഭിനയത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ സൂചനയാണോ ഇതെന്ന ചോദ്യങ്ങൾ ഉയർന്നുവെങ്കിലും നൃത്തത്തോടുള്ള താല്പര്യം മാത്രമാണ് പിന്നിലെന്നായിരുന്നു അവരുടെ മറുപടി. സിനിമയിലേക്ക് വരണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്ലാനുമില്ല. അങ്ങനെ ഒരാഗ്രഹം തോന്നി അതങ്ങ് ചെയ്തു. 14 വർഷത്തിനിടെ ഒരിക്കൽ പോലും ഡാൻസ് ചെയ്തിട്ടില്ല എന്നായിരുന്നു മഞ്ജുവിന്റെ വാക്കുകൾ. അതേസമയം നൃത്താവതരണത്തിന് ശേഷം ദിലീപും മഞ്ജുവും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്ന വാർത്തകൾ ശക്തമായി. ഇരുവരും ഉടൻ വേർപിരിഞ്ഞേക്കുമെന്ന അഭ്യൂഹങ്ങളും ചൂടുപിടിച്ചു. ഇതിന് പിന്നാലെയാണ് 2014 ഇരുവരും വിവാഹമോചനത്തിന് ഹർജി ഫയൽ ചെയ്തെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഒടുവിൽ ഒരു വർഷത്തിനു ശേഷം 2015 16 വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് ഇരുവരും വിവാഹമോചിതരായി. ഒരുപക്ഷേ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിവാഹമോചനം കൂടിയായിരുന്നു അത്. വിവാഹമോചനം കഴിഞ്ഞ് ഇരുവരും കോടതിയിൽ നിന്നും ഇറങ്ങിവരുന്ന രംഗങ്ങളെല്ലാം അന്ന് വൈറലായിരുന്നു. ഇപ്പോഴിതാ ആ പഴയ വീഡിയോ വീണ്ടും ചിലർ സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. ദിലീപിന്റെ എല്ലാ നഷ്ടങ്ങളുടെയും തുടക്കം എന്ന വരികളോടെയാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും നിറയുന്നത്. വീഡിയോയ്ക്ക് താഴെ ദിലീപിനെയും മഞ്ജുവിനെയും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് വരുന്നത്. മഞ്ജുവിന്റെ കരച്ചിലിന്റെ വിലയാണ് ദിലീപ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് മഞ്ജു വാര്യരെ പിന്തുണയ്ക്കുന്നവർ കുറിക്കുന്നത്. അവരുടെ കണ്ണുനീരിന് ഒരുനാൾ ദിലീപ് മറുപടി പറയേണ്ടി വരുമെന്നും ചിലരുടെ കമന്റ്. കോടതിയിൽ നിന്നിറങ്ങുമ്പോൾ കരയുകയായിരുന്നു മഞ്ജു വാര്യർ. അതേസമയം ദിലീപിന്റെ ഭാവത്തെ വിമർശിക്കുകയാണ് ചിലർ. പഞ്ചാബി ഹൗസിൽ കൊച്ചിൻ ഹനീഫയുടെ ഒരു ചിരിയുണ്ടല്ലോ, രക്ഷപ്പെട്ടല്ലോ എന്ന ഭാവത്തിൽ, അതാണ് ദിലീപിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് ഒരു ആരാധകന്റെ കമന്റ്. ദിലീപിന്റെ പോക്ക് കണ്ടാൽ തോന്നും ഇലക്ഷനിൽ നിന്ന് ഭൂരിപക്ഷത്തോടെ ജയിച്ചവന്റെ പോക്ക് പോലെ. ഒരു സ്ത്രീ അനുഭവിക്കുന്ന മാനസിക വേദന പറഞ്ഞറിയിക്കാനാവുന്നതിലും അപ്പുറമാണ്. ഒരേ സമയം ഒരേ ദിവസം ഒരു മകൾ നഷ്ടപ്പെടുക, ഭർത്താവ് നഷ്ടപ്പെടുക. മരിച്ചാൽ മരിച്ചെന്ന് കരുതി സമാധാനിക്കാം. ഇതങ്ങനെയല്ലല്ലോ. മറ്റൊരാൾക്ക് വേണ്ടി ഒരു പാവം പിടിച്ച സ്ത്രീയെ ഒറ്റപ്പെടുത്തി മാനസിക വേദന നൽകിയ ആ ദുഷ്ടൻ ദൈവം പോലും പൊറുക്കില്ല. അവരുടെ ശക്തി, അവരുടെ കുടുംബവും സർവ്വശക്തനായ ദൈവവും അവരുടെ കൂടെയുണ്ട്. അവരുടെ ഉയർച്ചയ്ക്ക് കാരണവും അത് തന്നെയാണ് എന്നാണ് വേറൊരാൾ കമന്റ് ചെയ്തത്. അയാളുടെ മുഖത്ത് അന്നെല്ലാം നേടിയൊരു ഭാവമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒന്നും നേടിയിട്ടില്ല എന്ന് അയാൾ പിന്നീടാണ് തിരിച്ചറിയുന്നത്. മഞ്ജു ചേച്ചി ഇപ്പോൾ എല്ലാം നേടി, ഷീ ഈസ് എ ജം എന്നാണ് മറ്റൊരു കമന്റ്. ദിലീപിന്റെ ഒടുക്കവും മഞ്ജുവിന്റെ തുടക്കവും എന്ന് മറ്റൊരാൾ കുറിച്ചു. ഒരുത്തന്റെ അവസാനത്തെ ചിരിയും ഒരുവളുടെ അവസാനത്തെ കരച്ചിലും മഞ്ജു ചേച്ചി എന്നാണ് വേറൊരു കമന്റ്. അതേസമയം മഞ്ജുവിനെ വിമർശിച്ചുള്ള ഒരു കമന്റ് ഇങ്ങനെ: ഒരു കുന്തവുമില്ല, ഡോക്ടറായ മകൾ ഇപ്പോഴും അച്ഛൻ്റെ കൂടെ. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ആരുടെ ഗുണം കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകുക എന്ന്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു പ്രശ്നമല്ല, രണ്ടാൾക്കും രണ്ടാളുടെയും സന്തോഷം ഇങ്ങനെ പോകുന്നു എന്നാണ് കമന്റ്. അവർ വേർപിരിയതായിരുന്നു എന്നാണ് വേറൊരാൾ കുറിച്ചത്. എല്ലാം വ്യക്തിപരവും അവരുടെയും രണ്ടുപേരുടെയും സ്വകാര്യതയുമാണ്. ദിലീപും മഞ്ജു വാര്യറും മലയാള സിനിമയുടെ മികച്ച നടീനടന്മാരായതുകൊണ്ടാവാം. നാം ഓരോരുത്തരുടെയും അവരുടേതു മാത്രമായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയരുത്. എനിക്ക് രണ്ടുപേരുടെയും അഭിനയം വളരെ ഇഷ്ടമാണ്. അവർ വീണ്ടും ഒരുമിച്ചിരുന്നുവെങ്കിൽ ഞാൻ പലകുറി ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ ലോകത്തൊന്നും ശാശ്വതമല്ല, എങ്കിലും ഇരു കൂട്ടരും ദൈവം നല്ലതു മാത്രം സമ്മാനിക്കട്ടെ. വിധിയെ തടുക്കാൻ ആർക്കും സാധ്യമല്ലല്ലോ, കമന്റിൽ പറഞ്ഞു. അതേസമയം വിവാഹമോചനത്തിന് ശേഷം ഇരുവരോടും പല കാരണങ്ങളും തേടിയെങ്കിലും ദിലീപോ മഞ്ജു വാര്യരോ ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല പരസ്പരം വിമർശിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ പ്രതികരിച്ചിട്ടുമില്ല. അതേസമയം ദിലീപുമായി വേർപിരിച്ചതിനു ശേഷം സിനിമാ തിരക്കിലാണ് മഞ്ജു. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവ് കൂടിയായിരുന്നു മഞ്ജുവിൻ്റെത്. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയായിരുന്നു മഞ്ജുവിൻ്റെ രണ്ടാം വരവ്. പിന്നീട് പരസ്യ ചിത്രങ്ങളിലും മഞ്ജു തിളങ്ങി. നിലവിൽ തമിഴിലും താരം സജീവമാണ്. എന്നാൽ 2017 നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ ശേഷം കാര്യമായ ഹിറ്റുകൾ മലയാളത്തിൽ സമ്മാനിക്കാൻ ദിലീപിന് സാധിച്ചിട്ടില്ല. നടന്റെ സിനിമകൾ പലതും ബോക്സ് ഓഫീസിൽ കനത്ത പരാജയമായിരുന്നു. അതേസമയം നടന്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലി മെയ് 9 തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദിലീപിന്റെ ചിത്രം എത്തുന്നത്. ദിലീപിന്റെ 150ാമത്തെ ചിത്രം കൂടിയാണിത്. ഏറെ പ്രതീക്ഷയോടാണ് ആരാധകർ സിനിമയെ ഉറ്റുനോക്കുന്നത്. നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി കുടുംബ ചിത്രമാണ്. ധ്യാൻ ശ്രീനിവാസൻ അടക്കമുള്ളവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ.